ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ ചേതനയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോക്കകത്ത് ഒരു നറുക്കെടുപ്പ് പറഞ്ഞിരുന്നു. യൂട്യൂബിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു 3 കൂപ്പണും, അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിനകത്തും നറുക്കെടുക്കപ്പെടുന്നവർക്ക് 3 പേർക്കും റേഡിയോ കൊടുക്കുന്ന ചേതനയുടെ വകയായിട്ടുള്ളതാണ്. അന്നേരം ചേതനയുടെ ഡയറക്ടർ അച്ഛനെ എപ്പോഴും പരിചയമുണ്ടെങ്കിലും പേര് ഇപ്പോഴാണ് ഞാൻ പേപ്പർ എഴുതി വെച്ചത്. പ്ലാവറക്കുന്നിൽ അച്ഛൻ ചേതനയുടെ നമ്മുടെ ഡയറക്ടറാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് അദ്ദേഹവും അതിൻ്റെ ജോയിന്റ് ഡയറക്ടറായ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ അദ്ദേഹം ഇത് ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. പക്ഷേ പേര് ഇപ്പം ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, അന്നേരം ആദ്യമേ നമ്മൾ ഇവർ രണ്ടുപേരെയും നമ്മുടെ ഈ ചടങ്ങിലോട്ട് ഒരു ചെറിയൊരു സ്വീകരണം കൊടുത്ത് സ്വീകരിച്ചിട്ട് നമുക്ക് നറുക്കെടുപ്പിലോട്ട് പോകാം. കൂടാതെ തന്നെ ചേതന എന്ന് പറഞ്ഞൊരു സ്ഥാപനം കായംകുളത്ത് ഇപ്പം അനേകം വർഷങ്ങളായിട്ട് ഒരുപാട് ചാരിറ്റിയും പൊതുജനങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ചേതന FM റേഡിയോയും കൂടെ തുടങ്ങിയിരിക്കുന്നത്. ആ ചേതന FM 90.8 ആ ഒരു റേഡിയോയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നറുക്കെടുപ്പ് നടക്കുകയും അവിടെ ചേതനയിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ റേഡിയോകൾ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു 6 റേഡിയോ നമ്മുടെ ആ ഒരു ഒരു 6 റേഡിയോ ഈ പെട്രോമാലിൻ്റെ നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് ഒരു പ്രൊമോഷൻ പറഞ്ഞിട്ട് നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നത്. അന്നേരം അദ്ദേഹത്തെ ആദരിച്ചതിന് ശേഷം നമ്മൾ 2 വാക്ക് അച്ഛൻ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു ചെറിയൊരു ചടങ്ങാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര് നേരത്തെ പറഞ്ഞ് എന്തായാലും അച്ഛൻ ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ കളഞ്ഞ് ഇവിടെ വന്ന് നിങ്ങൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ സമ്മാന കൂപ്പൺ ആദ്യമേ യൂട്യൂബിൻ്റെയാണ്. അച്ഛനോട് ഇച്ചിരി ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നവർക്ക് റേഡിയോ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചേതനയുടെ വകയായിട്ടായിരുന്നു അതിൻ്റെ ഒരു നറുക്കെടുപ്പ് നടത്തുക. കയറിക്കും കേട്ടോ. അന്നേരം ഇത് നമുക്ക് ആദ്യമേ ഓരോന്ന് അച്ഛന്മാരെടുത്തിട്ട് നമുക്ക് ഈ കസ്റ്റമറെ കൊണ്ടുകൂടെ എടുപ്പിക്കാം അല്ലേ? അതിന് മുമ്പ് 2 പേർക്ക് സംസാരിച്ചു. ആദ്യമേ ഡയറക്ടർ തന്നെ സംസാരിച്ചിട്ട് ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത് അല്ല, ചേതന FMൻ്റെയും നമ്മൾ ചേതനയുടെ കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ഇല്ല ഇല്ല ഓക്കെ, അങ്ങോട്ട് നോക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ചേതനയുടെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മാവേലിക്കര രൂപതയുടെ സാമൂഹിക ക്ഷേമ വിഭാഗമാണ് ചേതന. ചേതന 2007 ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചേതന നിരവധിയായിട്ടുള്ള സംഭാവനകൾ നൽകുന്നുണ്ട്. എല്ലാ വർഷവും ചേതന ഒരു വനിതാ ദിന ആഘോഷം നടത്താറുണ്ട്. അതുല്യം എന്നാണ് അതിൻ്റെ പേര്. ഈ പ്രാവശ്യവും ചേതന ഈ മാർച്ച് 8 വനിതാ ദിന ആഘോഷം നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പട്രുമാല് ചില പ്രൊമോഷൻസ് നടത്തുന്നു. അതിൻ്റെ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് അതിൻ്റെ വിജയികളെ തിരഞ്ഞെടുക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം ഈ സമാഗതമാകുന്ന വനിതാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. അന്നേ ദിവസം ചേതനയിൽ ഒരു ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലാ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് 4 ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ ഒരു തൊഴിൽ മേളയും അവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് 12ഓളം സെക്ടറുകളിൽ നിന്ന് വിവിധ കമ്പനികൾ അവിടെ അന്നേ ദിവസം ഈ തൊഴിൽ മേളയ്ക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ജോലി സംബന്ധമായിട്ട് അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കും എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സമയമില്ല. ഓക്കെ, അച്ഛന് സമയമില്ല, വേറെ ഒരു ചടങ്ങ് തിരുവല്ലയിൽ പോകണ്ടേ, എന്നാലും ധൃതിയിൽ ഓടി വന്നല്ലോ. അച്ഛൻ്റെ പേര് ജയൻ. ഇത് യൂട്യൂബിലാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. ജയൻ അല്ലേ? ജയൻ. ഓക്കെ, അല്ല ഇതെല്ലാം യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ 3 യൂട്യൂബ് റേഡിയോ ആണ് നമ്മൾ കൊടുക്കുന്നത്.
ഇതിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്തിട്ട് അതെ മൈക്ക് വെച്ചില്ല ഷരീഫ 28 നമ്പർ. ഷെരീഫ അല്ലേ ഷെരീഫ എന്നുള്ളതാണ് ഷരീഫ. യൂട്യൂബിലെ ആദ്യത്തെ ഒന്നുകൂടെ പറഞ്ഞുതരും മൈക്കിനകത്ത് ഒന്നുകൂടെ കേട്ടില്ലായിരുന്നു ആദ്യത്തെ പേര് ഒന്നുകൂടെ പറഞ്ഞു. ആദ്യത്തേത് ജയൻ. ജയൻ യൂട്യൂബിലെ അക്കൗണ്ട് പേരാണ്. കമന്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സ്വർണം VS പിള്ളൈ. ഇത് ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഇൻസ്റ്റയാണ്. അടുത്ത ഫേസ്ബുക്കിലെയാണ്. അത് ഫേസ്ബുക്കായിരുന്നു. യൂട്യൂബിലെ ഏതാണ്ട് വന്നിറങ്ങി കിടക്കുന്നു. ഇത് കുത്തിയിരുന്ന് എഴുതിയ അതിന് കൊടുക്കണ ഒരു റേഡിയോ കേട്ടോ. ശില്പ ഉണ്ണി ശില്പ ഇത് ഫേസ്ബുക്കിലാണ് അല്ലേ. ആദ്യമേ നമ്മൾ പറഞ്ഞത് യൂട്യൂബിലെ ആയിരുന്നു. ഇതാണ് ഇപ്പം ഫേസ്ബുക്ക് യൂട്യൂബിലേത്. ആദ്യമേ കാണിച്ചത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോട് ചേർന്നുള്ളതായിരുന്നു. അപ്പം അടുത്തത് ആഷിഖ്. ശ്രീജ രാജേഷ്. അങ്ങനെ ഇത് ഒരു സുതാര്യമായിട്ടുള്ളൊരു ചെറിയൊരു നറുക്കെടുപ്പ് രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഒരു പങ്കുപക്ഷവും ഇല്ലാത്ത നമ്മുടെ കമന്റ് ഇട്ട എല്ലാവരുടെയും പേര് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കമന്റ് ഇട്ട എല്ലാവർക്കും ചേതനയുടെ വകയും പട്ടർമാൽ വെഡിങ് കളക്ഷൻസിന്റെ വകയും നന്ദി അറിയിക്കുകയാണ്. റേഡിയോ കിട്ടിയവർക്ക് നമ്മൾ കമന്റിലൂടെ അറിയിക്കും. അന്നേരം നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഇട്ട് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം പോലെ നമ്മൾ ഈ ചേതനയിൽ നിന്ന് എന്നാ കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പറയും. ആ ഡേറ്റിൽ വന്ന് പട്ടർമാലിൽ നിന്ന് നമുക്ക് ആ റേഡിയോ കൊടുക്കാം. ഓക്കെ താങ്ക് യു.